കേരളീയരെ ഇരട്ടത്താപ്പ് കാണിക്കുന്ന തെമ്മാടി വർഗങ്ങൾ എന്ന് പരാമർശിച്ച് ഭാസ്കരൻ നായർ അജയൻ. ഇസ്രയേൽ റാഫേൽ ബോംബിട്ട സമയത്ത് എല്ലാ കണ്ണുകളും റാഫേലേക്കെന്ന് പറഞ്ഞ് ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ളവർ ഏങ്ങി കരഞ്ഞുവെന്നും അവർക്ക് അയത്തുള്ള ഖൊമേനി എന്ന ഇറാനിലെ മുസ്ലിം മത ഏകാധിപതിയും ക്രൂരനുമായ ഭരണാധികാരി 12,000-ലധികം സാധാരണക്കാരായ മുസ്ലിങ്ങളെ കൊല്ലുമ്പോൾ സമരം ചെയ്തവരെ തൂക്കിക്കൊന്നപ്പോൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നു. ആത്മാർത്ഥമായാണ് റഫേലെ പ്രതികരണം എങ്കിൽ ഇറാനിലും ആ പ്രതികരണം ആവർത്തിക്കേണ്ടതല്ലേ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം. ഇത്രയും കഴപ്പണം കെട്ട ശിഖണ്ഡികളാണോ കേരളീയർ? ഇറാനിൽ 12,000-ലധികം പേർ ഇതിനകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഹൃദയഭേദകമായ രംഗങ്ങൾ. ദ്രോഹികളെ, നീയൊക്കെ മനുഷ്യനാണോടാ? പ്രിയപ്പെട്ടവരെ, നിലവിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 26-കാരനായ ഇർഫാൻ സുൽത്താനിയുടെ വധശിക്ഷ ഇറാൻ നടപ്പിലാക്കി. കൂടാതെ 12,000-ലധികം പ്രക്ഷോഭകരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. കേരളത്തിൽ ഈ കൊടിയ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ആരും ഒന്നും മിണ്ടുന്നില്ല. ഇസ്രയേലിന്റെ 1,200-ലധികം പൗരന്മാരെ 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഭീകരർ കൊല്ലുകയും 250-ലധികം പേരെ തടവിലാക്കുകയും ചെയ്തതിന്റെ പ്രതികാരമായി ഇസ്രയേൽ റാഫേൽ ബോംബിട്ടപ്പോൾ എല്ലാ കണ്ണുകളും റാഫേലേക്കെന്ന് പറഞ്ഞ് ദുൽഖർ സൽമാൻ ഉൾപ്പെടെ ഉള്ളവർ ഏങ്ങി കരഞ്ഞു. കൂടാതെ കൊച്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ടതിന്റെ ചിത്രവുമായി തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ DPI ഈ ചിത്രമിട്ടതും എന്തിനേറെ തിരുവോണ ദിവസം ചിലർ പവിത്രമായ കണ്ണൂരിലെ മാടായിപ്പാറ വരെ മലിനമാക്കി സമരം ചെയ്തതും നാം കണ്ടു.